ഒരു തൊഴിലാളിക്ക് പണിയെടുക്കുന്ന ഒരാൾക്ക് അയാളുടെ വിയർപ്പ് വറ്റിപ്പോകുന്നതിന് മുമ്പ് കൂലി കൊടുക്കുക എന്ന് പഠിപ്പിച്ച ഒരു മതമാണ്. സ്വന്തം മക്കൾക്ക് വേണ്ടി അച്ഛൻ പണിയെടുക്കാൻ പോകുന്നതിനെ ഒരു പുണ്യപ്രവൃത്തിയായി കണക്കാക്കപ്പെടുന്ന ഒരു മതം. അതായത് സ്വന്തം കുടുംബം നോക്കാൻ വേണ്ടി അധ്വാനിക്കാൻ പോകുന്നവനെ ബഹുമാനിക്കുകയും അതൊരു പുണ്യപ്രവൃത്തിയാണെന്ന് പഠിപ്പിച്ച ഒരു മതം. അതുപോലെ തന്നെ മാതാപിതാക്കളോട്, സ്വന്തം മാതാവിനോടോ പിതാവിനോടോ ഛേ എന്നുള്ളൊരു വാക്ക്, അതായത് മുഖം കൊണ്ട് അവരോട് എതിർത്ത് പറയാന്നല്ല, അവരോട് അട്ടഹസിക്കുന്നതല്ല, അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഛേ അങ്ങനെ പറയല്ലേ എന്ന് പോലും പറയരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു മതം. ഓക്കെ, അതുപോലെ സ്വന്തം അതായത് ഒരു അനാഥ കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട്, ഒരു ഫാദർ ഇല്ലാത്ത അല്ലെങ്കിൽ മദർ ഇല്ലാത്ത അല്ലെങ്കിൽ രണ്ടുപേരും ഇല്ലാത്ത ഒരു അനാഥ കുട്ടിയുടെ മുന്നിൽ വെച്ച് സ്വന്തം കുട്ടിയെ ലാളിക്കുന്നത് പോലും തെറ്റാണ് എന്ന് പഠിപ്പിക്കുന്ന മതം. ഒരു ഭാര്യ അവരുടെ ഭർത്താവിന് ഒരു ഭാര്യ ഭർത്താവിന് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, അത് ഏറ്റവും ചെറിയ നിങ്ങൾ അവരുടെ ഒരു ചായ ഉണ്ടാക്കുന്ന മുതൽ, അല്ലെങ്കിൽ അവർക്ക് ഒരു ഭാര്യ ഭർത്താവിന് എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നോ അതിനൊക്കെ പുണ്യപ്രവൃത്തിയായി കണക്കാക്കപ്പെടുന്ന ഒരു മതം. അതുപോലെ തന്നെ സ്വന്തം മാതാവിൻ്റെ കാലടിയിലാണ് സ്വർഗം എന്ന് പഠിപ്പിക്കുന്ന മതം. പിന്നെ പറയുന്നത് ഒരു ജൂതന്റെ, അതായത് ഒരു അന്യ മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റു മതത്തിൽപ്പെട്ട അവരുടെ മൃതദേഹത്തെ പോലും ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന മതം. ഓക്കെ, മറ്റെന്തൊക്കെ തെറ്റുകൾ പൊറുക്കപ്പെട്ടാലും അന്യന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കടം, പണമായിക്കോട്ടെ മറ്റെന്തോ ആയിക്കോട്ടെ, ആ കടം അവനുമായി നിങ്ങൾ തർത്തീബ് ചെയ്ത് സംസാരിച്ച് അയാളുമായി പൊരുത്തപ്പെടുപ്പിക്കുന്നത് വരെ നിന്റെ മേലുള്ള ബാക്കി എല്ലാ കുറ്റങ്ങളും പൊറുക്കപ്പെട്ടാലും ഒരാളോട് വാങ്ങിയ കടം അത് വീടാതെ നീ മരിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന മതം. നീ സ്വന്തമായി അധ്വാനിച്ച് നിനക്കുള്ള ചിലവ്, നിന്റെ കുടുംബത്തിനുള്ള ചിലവ് എല്ലാം കഴിച്ച് നിന്റെ അടുത്ത് കുമിഞ്ഞുകൂടുന്ന സമ്പാദ്യത്തിൽ നിന്ന് 2.5%, അതും ഇങ്ങനെ സുമാറാക്കിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് പോലെയല്ല, 2.5% കണക്കാക്കി നീ അത് അർഹതായപ്പെട്ട പാവങ്ങളിലേക്ക് എത്തിക്കണം എന്ന് പഠിപ്പിക്കുന്ന മതം. അതായത് ശരിക്ക് ഇതിന്റെ ഉപഭോക്താക്കൾ, അതായത് ആരൊക്കെയാണ് ഇതിന്റെ ഗുണകാംക്ഷികൾ എന്ന് നിർവചിച്ചിട്ടുണ്ട്. 7ഓളം വിഭാഗങ്ങളുണ്ട്. അതിൽ പറയുന്നത് എല്ലാവർക്കും അറിയാം, അതൊക്കെ പഠിച്ചവർക്ക് എല്ലാവർക്കും അറിയാം. അതിൽ പൈസ ഇല്ലാത്തവരും, മിസ്കീനുകളും, ഫക്കീറുകളും, പിന്നെ കടബാധിതയിൽപ്പെട്ടവരും, കുടുംബത്തിൽപ്പെട്ടവരും, അല്ലാത്തവരും, അയൽവാസികളെയും കുടുംബക്കാരെയും എല്ലാവരെയും അശരണരായ എല്ലാവരെയും സഹായിക്കണം എന്ന് പഠിപ്പിക്കുന്ന മതം. ഇത്രയും മനോഹരമായ ഒരു സങ്കല്പം, ഇത്രയും മനോഹരമായ ഒരു ആശയം മറ്റെവിടെയാണുള്ളത്? ഈ ആശയത്തെയാണ് നമ്മൾ ഇസ്ലാം എന്ന് വിളിക്കുന്നത്. അതനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരെയാണ് മുസ്ലിം എന്ന് പറയുന്നത്. അല്ലാതെ ഇന്നത്തെ എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല, അത് വലിയൊരു തെറ്റായി പോകും. ഇന്നത്തെ ബഹുഭൂരിഭാഗം വരുന്ന പണ്ഡിതർ എന്ന് പറയുന്നവർ ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്? ചില പണ്ഡിതർ, ഇന്നലെ ഞാൻ ഇത് പറയാനുള്ള കാരണം, ഇന്നലെ ഒരു വീഡിയോ കണ്ടത്, ഒരു പേരൊന്നും എനിക്ക് അറിയുകയില്ല, ഞാൻ അതിലോട്ട് വിട്ടു, അതൊന്നും ഓർമ്മിച്ച് വെക്കുന്നതിൽ അർത്ഥമില്ല, ഇന്നത്തെ കാലം അങ്ങനെയാണ്. ആ ഉസ്താദ് പറയുന്നത്, നിങ്ങളിൽ 80 പേര് 1000 രൂപ വെച്ച് അയക്കുക. അതായത് 1000 രൂപ അയച്ച 8 ആൾ അയച്ച 8000 50,000 പൈസ അയച്ചിട്ട് അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് ഒരാൾക്ക് ഇവർ ഫ്രീ ആയി ഉംറ കൊടുക്കുമ്പോൾ, ഫ്രീ ആയിട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ അയാൾ 1000 രൂപ കൊടുക്കുന്നുണ്ട്, ടോക്കൺ, നമ്മളെ ലോട്ടറി ടിക്കറ്റ് പോലെ. ബാക്കി 79 പേരും നിരാശരാകുകയാണ്, ഹതാശരാകുകയാണ്. ചൂതാട്ടം ഹറാം എന്ന് പഠിപ്പിച്ച മതം, ഗാംബ്ലിങ്, പിന്നെ ഉസ്താദ് പറഞ്ഞതായതുകൊണ്ട് ഹലാലാക്കും. ഇന്നത്തെ കാലഘട്ടം അതാണ്. അതായത് തലക്കെട്ടുധാരികൾ ഒരുപാട് ഗിമിക്കുകളുമായി ഉല്ലസിക്കുന്ന കാലഘട്ടം.
അവരുടേതായ ഫത്വ ഇറക്കുന്ന കാലഘട്ടം. എന്നിട്ട് എല്ലാത്തിനും പേരും പൈയും കേൾക്കുന്നത് ഇസ്ലാം. ഈ കാലഘട്ടത്തിന്റെ അനിവാര്യമായ ഒരു കാര്യമാകാം, നമുക്ക് അറിയില്ല. അപ്പോൾ എന്നിരുന്നാലും ഏറ്റവും ലോകത്ത് ഇന്നുള്ളതിൽ വെച്ച് മറ്റെല്ലാ പ്രത്യയശാസ്ത്രത്തെക്കാളും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരാശയമാണ്. അതിനെയാണ് നമ്മളിങ്ങനെ തീവ്രമായി നീ അത് ചെയ്യൂ, നീ ഇത് ചെയ്യൂ, നീ അത് ചെയ്തിട്ടില്ലെങ്കിൽ നീ പുറത്താണ്, നീ മറ്റേത് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയാണ്, അങ്ങനെയൊന്നുമല്ല. മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെല്ലാം തെറ്റാണ്. അല്ലെങ്കിൽ ഈ പണ്ഡിത സമൂഹം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് തെറ്റാണ്. അത് ഉൾക്കൊണ്ട് അതിൻ്റെ പിന്നാലെ ഒരു താറാവ് മുമ്പിലേക്ക് പോകുന്നത് വലിയ കുയിലേക്കാണ് വീഴാൻ പോകുന്നതിൻ്റെ പിന്നിൽ കൂട്ടമായി പോകുന്നത് പോലെ പോകാൻ ഇന്നത്തെ ഓൺലൈൻ മുസ്ലിമുകളും തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം. നമുക്കൊക്കെ പഠിക്കാനും ചിന്തിക്കാനും ആലോചിച്ച് പ്രവർത്തിക്കാനുമുള്ള കഴിവുണ്ട്. അപ്പോൾ നമുക്കൊരിക്കലും ഈ പറയുന്ന ഗിമിക്ക് കാണിക്കുന്ന ഉസ്താദാക്കന്മാരെയോ മറ്റുള്ളവരെയോ കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കി സ്വയം ചിന്തിച്ച് നമ്മൾ സ്വയം തല്ലുകൂടാതെ അപ്പുറം ഇപ്പുറം ചളിവാരി എറിയാതെ സ്വയം മനസ്സിലാക്കി ആ പാതയിലൂടെ നീങ്ങണം. സെപ്റ്റംബർ മാസം 14 ഉംറയ്ക്ക് വന്നത്, അതിന് മുമ്പായിട്ട് കുറഞ്ഞത് ഒരു 10,000 സ്വലാത്ത് ചൊല്ലി തീർക്കാം. ആ ചൊല്ലി തീർക്കുന്ന ആൾക്കായിരിക്കും പോകാൻ പറ്റുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ജില്ല ഞാൻ തരുന്ന മൊബൈൽ നമ്പറിലേക്ക് ഇന്ന് തന്നെ വിളിച്ചു പറയാം. ആ വിളിച്ചു പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ സംരംഭത്തിൽ ഒരു 1000 രൂപ നിയത്താക്കി അയക്കുക. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഒരാൾ കാരണം ഒരാൾ ഉംറയ്ക്ക് പോകട്ടെ എന്നുള്ളൊരു നിയത്തിലാണ്. ഞാൻ പറഞ്ഞു 85 പേര് ചേർന്നിട്ട് ഒരാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് തെരഞ്ഞെടുത്ത് ഉംറയ്ക്ക് വിടണം. ആ 85 പേരും ഒരാൾ 1000 രൂപ വെച്ച് 85 പേര് തരികയാണെങ്കിൽ ഒരാൾ നമുക്ക് ഫ്രീ ആയിട്ട് ഉംറയ്ക്ക് വിടാലോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അൽഹംദുലില്ലാഹ് ഇപ്പൊ അത് 85 കൂടുതൽ ആൾക്കാരായിട്ടുണ്ട്. അപ്പൊ അത് കണ്ടല്ലോ അല്ലേ, കേരളത്തിലെ പ്രമുഖനായ ഒരു സയ്യിദും ആലിമുമായ ഒരു പ്രമുഖ വ്യക്തി ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് നിങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് തെര്യപ്പെടുത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യുകയാണ്. ഇത്തരം ആളുകളുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ആയുധം താഴെ വെച്ചതാണ്. ഇതിൽ നിങ്ങൾ കണ്ട വ്യക്തി എനിക്ക് പരിചയമുള്ളതാണ്, എൻ്റെ സൗഹൃദ വലയത്തിലുള്ള ആളാണ്, സാധുവാണ്. പക്ഷെ നമ്മളിത് പറയേണ്ടി വരുന്ന സാഹചര്യം, ഒരു വ്യക്തിയുടെ വൈകല്യം അദ്ദേഹത്തിൽ മാത്രം അധിഷ്ഠിതമായി നിന്നാൽ പ്രശ്നമില്ല. പക്ഷേ അതൊരു ഉമ്മത്തിൻ്റെ മൊത്തത്തെയുള്ള വൈകല്യമാകുകയും വലിയ ഒരു ചൂഷണത്തിന് സമൂഹം വിധേയപ്പെടുമ്പം സാധുക്കളായ ഒരു മുത്തഅല്ലിം എന്നുള്ള നിലക്ക്, നിങ്ങളെ നിരന്തരമായി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലക്ക് ഒരു കടപ്പാട് വീടുക എന്ന നിലക്ക് ഇത് പറയുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചു കാണും. അതിൽ ആ സാധുവായ മുത്തഅല്ലിം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, 85,000 രൂപക്ക് ഉംറക്ക് കൊണ്ടുപോകും. 85 പേര് 1000 രൂപ വെച്ച് അയക്കണം. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളെയാണ് ഉംറക്ക് കൊണ്ടുപോകുന്നത്. ആ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് ഉംറ ചെയ്യാം. ബാക്കി 84 പേരും നിരാശരാണ്. ഇത് ലോട്ടറി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഉലകത്തിൽ വേറെ ഏതാണ് ലോട്ടറി? നിങ്ങളും ചിന്തിച്ചു നോക്ക്. നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത് ലോട്ടറി അല്ലെങ്കിൽ പിന്നെ ഏതാ ലോട്ടറി? 85,000 രൂപക്ക് ഉംറ, അതിന് സൗജന്യ ഉംറ എന്നാണ് പറയുന്നത്. ഇതിൽ വിജയിയാകുന്ന സ്ത്രീ, ആ സ്ത്രീ 1000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സൗജന്യമല്ല, അതൊരു വിഷയമേ അല്ല. പോട്ടെ, അത് പോട്ടെ. 85 പേര് 1000 രൂപ വെച്ച് അയക്കണം. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രം ഉംറ ചെയ്യാം. ബാക്കി 84 പേര് നിരാശരാണ്. എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക മാനം? ഞാൻ പറയുന്ന എൻ്റെ ഉമ്മമാരങ്ങ് വിട്. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ? അള്ളാഹുവിൻ്റെ തൃപ്തിയും ഈമാനോടുകൂടിയുള്ള ജീവിതവും ഈമാനോടുകൂടിയുള്ള മരണവും. നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ദുർബലരാണ്. നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇതൊക്കെ ചൂഷണമാണ് ഉമ്മമാരെ. നിങ്ങൾ പണ്ട് ചെയ്ത പണിയൊക്കെ ഉണ്ടല്ലോ, ഇഷാ മഗ്‌രിബിന്റെ അടക്കം നിങ്ങൾ ചൊല്ലിയ ദിക്റും സ്വലാത്തും വിശുദ്ധമായ ഖുർആൻ, അതൊക്കെ ആയിട്ട് നിങ്ങൾ കൂടുക. ഇല്ലെങ്കിൽ ഞാൻ എല്ലാ ഓൺലൈൻ മജ്‌ലിസുകളെയും തിരസ്കരിക്കുകയല്ല, എല്ലാം മോശമാണെന്ന് പറയാൻ നമ്മളൊന്നും ആളുമില്ല. പക്ഷേ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്തിലേക്ക് മടങ്ങിപ്പോ. നിങ്ങളെ നന്നായിട്ട് പലരും ചൂഷണം ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് സാമ്പത്തിക ചൂഷണം മാത്രമല്ല. ഈ കഴിഞ്ഞ റമദാന് ഒരു സ്ത്രീ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത്,
ഞാൻ ഭർത്താവിനോടാണോ പൊരുത്തം ചോദിക്കേണ്ടത്, അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയാണോ വേണ്ടത്? ഒരു ഓൺലൈൻ മജ്‌ലിസിൽ കുടുങ്ങി അതിൻ്റെ പല തലങ്ങളിലേക്ക് പോയി, കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് പറയുകയാണ്, എല്ലാവരും മോശമാണെന്നുള്ള അഭിപ്രായമല്ല. അതുകൊണ്ട് സാമ്പത്തികം മാത്രമല്ല, ആത്മാഭിമാനവും കൂടെ നഷ്ടപ്പെടുന്ന ചില മേഖലകൾ ഇതിനകത്തുണ്ട്. മൊത്തത്തെ അടച്ചാക്ഷേപിക്കില്ല. അതുകൊണ്ട് എൻ്റെ പുന്നാര ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ സമീപത്തുള്ള ഉസ്താദന്മാരോട് ചോദിക്കുക, ഉസ്താദേ 85 പേര് 1000 രൂപ വെച്ച് അയക്കണം, അതിൽ 84 പേര് നിരാശരാകുകയും ഒരാൾക്ക് മാത്രം ഉംറ ചെയ്യാൻ അവസരം ലഭിച്ചാൽ അങ്ങനെ ഒരു ഉംറക്ക് പോകൽ അനുവദനീയമാണോ, അങ്ങനെ ധനസമാഹരണം അനുവദനീയമാണോ എന്ന് നിങ്ങൾ ചോദിച്ചോ. ഞാൻ പറയുന്നതിന് വിട്, എന്നിട്ട് നിങ്ങൾ ഒരു ഡിസിഷനിലേക്ക് എത്തുക. അല്ലാതെ ഞാൻ എന്ത് പറഞ്ഞു തരാനാണ്? ഇത് മാത്രമല്ല, എന്നെ കേട്ടിരിക്കുന്ന ഉമ്മമാർ ഇതുകൂടി കണ്ടോ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയുടെ, ആ ജേതാവായ സ്ത്രീയുടെ പേരും നമ്പരുമാണ് ഈ വിളിച്ചു പറയുന്നത്. എത്ര ആളുകൾ ഇത് കാണുകയാണ്? ആ സ്ത്രീയുടെ നമ്പർ കാസർഗോഡ് ജില്ലയിലുള്ള എത്ര ആളുകൾ അത് നോട്ട് ചെയ്തിട്ടുണ്ടാവും? ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല, ഞാനായിട്ട് കാണിക്കണ്ടല്ലോ. ഉമ്മമാരെ, ഇന്ന് വെള്ളിയാഴ്ച ദിവസം ജുമാ കഴിഞ്ഞപ്പോൾ ഒരു ദഅ്വാ പ്രഭാഷകനെ ഞാൻ പള്ളിയിൽ നിന്ന് കണ്ടു. എൻ്റെ റൂമിൽ വന്നു. അദ്ദേഹം തൊപ്പി ഇങ്ങനെ ഊരിയിട്ട് തല ഇങ്ങനെ കാണിച്ചു തന്നപ്പോൾ 27 സ്റ്റിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. തലയിൽ 27 സ്റ്റിച്ച്. എന്താ കാരണം എന്നറിയാമോ? എന്താണ് എന്നെ പ്രിയപ്പെട്ട ഉമ്മമാർക്കറിയോ എന്താ കാരണമെന്നും? ഞാൻ പറഞ്ഞുതരാം. 27 വയസ്സുള്ള സമയത്ത് ഇസ്ലാമിനോടൊരു താല്പര്യം തോന്നി. സഹോദര സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്. ഇസ്ലാം ആശ്ലേഷിക്കണമെന്ന് അതിയായ ആഗ്രഹം കൊണ്ട് രഹസ്യമായിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. പക്ഷേ എങ്ങനെയോ അത് പുറത്തായപ്പം അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിലുള്ള കുറച്ച് ഇസ്ലാം വിരോധികളായ ആളുകൾ അദ്ദേഹത്തിനോട് എന്തോ പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ആ വ്യാജനെ വിളിച്ചു വരുത്തി. സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടൊക്കെ പുറയിൽ നിന്ന് വടിവാളിൽ വെട്ടി എൻ്റെ തലയിൽ. എന്ന് മാത്രമല്ല, ആ വെട്ടുകൊണ്ടുകൊണ്ട് ആ തൊട്ടപ്പുറത്ത് പുഴയാണ്. ആ പുഴയിലേക്ക് ചാടി മറുകരയിലേക്ക് എത്തണം. നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ കൂർത്ത കരിങ്കല്ല് കൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് എറിഞ്ഞു. അദ്ദേഹം പറയാണ്, എങ്ങനെയാണ് ആ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പോലും അറിയാൻ വയ്യാന്ന്. സത്യം പറഞ്ഞ അള്ളാഹുവാണ് സത്യം, എൻ്റെ നെഞ്ചു പടഞ്ഞുപോയി. ഞാൻ പെട്ടെന്ന് ഇത്തരം വീഡിയോകളൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് ഈ ദീൻ കിട്ടിയിട്ട് ഒരു മുട്ടുസൂചി കൊണ്ട് പോലും നമുക്കാർക്കും കുത്തു കിട്ടിയിട്ടില്ല. ശരിയല്ലേ? എന്നാൽ ഈ മതം സ്വീകരിക്കാൻ വേണ്ടി ഇന്നും എൻ്റെ അറിവിൽ തന്നെ എൻ്റെ സൗഹൃദ വലയത്തിലുള്ള ധാരാളം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം ഭയന്നിട്ട് രഹസ്യമായിട്ട് വീടുകളിൽ ബാത്ത് ചെയ്യുന്നവരുണ്ട്. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് ഈ മതത്തിൻ്റെ ഭാഗമായി ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ കോമാളിത്തരം കാണിക്കുകയും ഈ ചൂഷണത്തിനൊക്കെ പോവുകയും, ഈ മതമെന്ന് പറഞ്ഞാൽ കൊടിക്ക് ചുറ്റും കറങ്ങലും ഈ പറയപ്പെട്ട കോമാളിത്തരമൊക്കെ ആണെന്ന് കാണുമ്പോൾ വേദന കൊണ്ട് പറയാം. സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ ഒരു ദിവസത്തേക്ക് ഈ സംസ്ഥാനത്തിൻ്റെ അധികാരം എൻ്റെ കയ്യിൽ തന്നാൽ, സത്യം പറഞ്ഞാൽ വികസനങ്ങൾക്കൊക്കെ മുമ്പ് ചില ആളുകളെ കാലെ വാരി ആദ്യം താഴെയിടുക. കാരണം ഈ ഉമ്മത്ത് അനുഭവിക്കേണ്ട, ഹൈറായ രൂപത്തിൽ അനുഭവിക്കേണ്ട ഈ സമ്പത്തൊക്കെയാണ് ഇങ്ങനെ കൊള്ളയടിച്ച് ഇങ്ങനെ ചൂഷണം ചെയ്ത ചൗമാര് തിന്ന് ഇങ്ങനെ സുഖിച്ച് നടക്കുന്നത്. എത്രയോ പ്രമുഖരായ പണ്ഡിതന്മാർ അവരുടെ സ്ഥാപനങ്ങൾ ഒരു ദിവസം ഒന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി എന്തെല്ലാം കഷ്ടപ്പാടാണ്, എന്തെല്ലാം സഹിക്കുന്നു, ഏതെല്ലാം ദിക്കുകളിലേക്കാണ് അവർ ഓടുന്നത്. ഇതൊക്കെ ഉമ്മത്തിന് ലഭിക്കേണ്ട പണമാണ്. കൂടുതൽ പറയുന്നില്ല. അസ്സലാമു അലൈക്കും.